നമസ്കാരം സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ പുതിയ ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോൻ്റെ അല്ല, ഞാനിങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇടുന്ന വീഡിയോ ആണ്. ഇതൊന്ന് കേട്ടു കേട്ടോ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. ഇവിടെ സായ സത്യം എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി, ഇത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ സായ സത്യം എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി, ഒരു 29-30 അതിൽ കൂടുതൽ അവൾക്ക്. അവള് UK എന്നാണ് പറഞ്ഞിരുന്നത്, വക്കീലാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് UK ബ്ലൂം കെയർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ കെയർ ടേക്കർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് ആളുകൾ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഇവള് വിസ ശരിയാക്കി തരാം, ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പൈസ 1, 2, 3, 4, 5, 9 ലക്ഷം വരെ വാങ്ങിയിട്ടുണ്ട്. ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗതിയില്ലാത്ത ആളുകളുടെ നിന്നാണ് ഭൂരിഭാഗം വാങ്ങിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പൈസ കൊടുത്തത്. അവൾ വിശ്വസിച്ചു പോയി, തൊട്ടടുത്തുള്ളതുകൊണ്ട് തന്നെ വിശ്വസിച്ചു പോയതാണ്. ഇപ്പൊ അവർ പറയുന്നത് അവരുടെ പേരിൽ നമുക്ക് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്, ചെക്ക് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അവളുടെ പേരിൽ സ്വത്തുക്കളൊന്നുമില്ല. അപ്പൊ അവള് പറയുന്ന കേസ് കൊടുത്തു, ധൈര്യമായിട്ട് കേസ് കൊടുത്തു, എന്റെ കയ്യിലൊന്നുമില്ല എന്ന് ഞാൻ കാണിക്കും. പിന്നെ ഭർത്താവാണെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ കളണം, അപ്പോൾ അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടില്ല, ഞാൻ ഡിവോഴ്സ് ആണെന്ന് കാണിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാരെ ഭീഷണിപ്പെടുത്തും. ഇത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഇത് ഒരു ചാനലില് നമ്മുടെ ഇൻസ്റ്റയിൽ വന്ന സാധനമാണ്. ഇൻസ്റ്റയിൽ ഒരു പേജിൽ വന്നതാണ്. പേജ് ജസ്റ്റ് ഒരു പേജ് എൻ്റെ കാസറ്റാ, ഓക്കെ, അങ്ങനെ ഒരു ചാനൽ. അപ്പം സംഭവം എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ എല്ലാവർക്കും ഇതുപോലെ പുറത്തൊക്കെ വന്നിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കണം, അധ്വാനിക്കണം, പൈസ ഉണ്ടാക്കണം, നാട്ടിൽ നല്ലൊരു ലൈഫ് കെട്ടിപ്പൊക്കണം, അങ്ങനെ നല്ലൊരു ജീവിതം ഉണ്ടാക്കണം, ഫാമിലീനെ സഹായിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് ഒരുപാട് നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, എനിക്ക് കുറേ പേര് പുറത്തൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിന് പുറത്തും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ പല സ്ഥലത്തു നിന്നും ഉള്ള ആൾക്കാരെ ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ യൂറോപ്പിലാണ്, പറയാത്തവർക്ക് വേണ്ടി പറയാണ്, ഞാൻ യൂറോപ്പിലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഇതുപോലെ മെസ്സേജ് അയക്കാറുണ്ട്. ചേട്ടാ, സുഹൃത്തെ, അല്ലെങ്കിൽ രംഗീഷേ, എനിക്കൊരു വിസ റെഡിയാക്കി തരുമോ, ഇവിടെ ഒരു ജോലി റെഡിയാക്കി തരുമോ, എങ്ങനെയാണ് എനിക്ക് വരാൻ പറ്റുക? അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണിക്കാൻ കാരണം, ഇത് ഞാൻ പുറത്താണ്, ഞാൻ യൂറോപ്പിലാണ്, നെതർലാൻഡ്സിലാണ്. കുറേ വർഷങ്ങളായി, ഇപ്പോൾ ഒരു കുറേ വർഷം എന്ന് പറഞ്ഞാൽ ഒരു 10-16 വർഷമായി. എനിക്ക് എപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നും അറിയുന്ന ആൾക്കാരും അറിയാത്ത ജസ്റ്റ് കണക്ഷനിലുള്ള ചെറിയ നമ്മൾ കണ്ടുവരിയുള്ള ആൾക്കാരും പലരും മെസ്സേജ് അയക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ജോലിക്ക് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ, എങ്ങനെ എത്തിപ്പെടാൻ പറ്റും, അങ്ങനെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരോട് പറയാം, ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സംഭവം, എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതുപോലെ ഫ്രോഡ് പരിപാടിയാണ്. വെച്ച് പലരും പൈസ മേടിച്ചിട്ട് നമ്മൾ ആളെ ഇങ്ങോട്ട് യൂറോപ്പിലേക്ക് വിസ റെഡിയാക്കി തരാം, ജോലി റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എനിക്കിതുപോലെ ഒരുപാട് കോള് വരാറുണ്ട്, ഒന്ന് റെഡിയാക്കി തരുമോ, എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഫിനാൻഷ്യലി ഒന്നും പ്രശ്നമില്ല, പൈസ കൊടുക്കാം. അപ്പോൾ ഞാനും പലതവണ ആലോചിച്ചു, ഇത് എന്തോരം പേരാണ് ഇതുപോലെ കോണ്ടാക്ട് ചെയ്യണത്. അപ്പോൾ നമ്മളൊരു 20 പേരെ ഒരു 1 ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയില്ലേ, എന്താണ് പറയണത്, നല്ല പരിപാടിയാണ്. ഞാൻ ആലോചിച്ച്, സത്യം പറഞ്ഞാൽ അത്രയും മണ്ടന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ചോദിച്ചു കഴിഞ്ഞാൽ പറയണ പൈസ എടുത്ത് തരികയാണ്. അപ്പം ഒരിക്കലും നമ്മൾ ഒരാളും അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും പരമാവധി അത് കൊടുക്കാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്യാതിരിക്കുക. എൻ്റെ അറിവിൽ അങ്ങനെ ആർക്കും അങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ വരാൻ പറ്റുന്ന പരിപാടിയല്ല. നിങ്ങൾ പറ്റുകയാണെന്ന് നിങ്ങൾ സ്വയമായിട്ട് തന്നെ ഏതെങ്കിലും ഇവിടെ നിന്ന് നേരിട്ടുള്ള കമ്പനികൾ പരമാവധി അത് വെബ്സൈറ്റൊക്കെ നോക്കി, അവരുടെ റിവ്യൂ ഒക്കെ നോക്കി, അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, ഫോൺ ചെയ്ത് കോൺടാക്ട് ചെയ്ത്
നമ്മുടെ നാട്ടുകാരാരെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും പൈസ കൊണ്ട് കൊടുത്ത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ കളയാണ്ടിരിക്കുക. കാരണം നമുക്കറിയാം ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ആ ഉള്ള പൈസ അവിടെ ബാങ്കിൽ ഇട്ടിട്ട് കറക്റ്റായിട്ടൊരു ഒരു ഇത് കിട്ടുകയാണെങ്കിൽ മാത്രം ആരും അങ്ങനെ ഈ പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരാമെന്ന് പറയുമ്പോൾ ആർക്കും കൊണ്ട് 50,000 ആയാലും 25,000 ആയാലും ഇനിയിപ്പോൾ അതിലും കുറവാണ് ചോദിക്കുന്നത് വെച്ചാലും ഒട്ടും കൊടുക്കാണ്ടിരിക്കുക. പൈസ കൊടുത്തിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കണ്ട കേട്ടോ. അത് അപൂർവമായിട്ടാണ് അങ്ങനെ ഇവിടെ അങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ വരാൻ പറ്റില്ല. അങ്ങനെ പൈസ കൊടുത്തിട്ടൊന്നും അങ്ങനെ ആർക്കും ഒരാൾക്കും ഒരു ഓഫീസിലും പോയിട്ട് എൻ്റെ കുറച്ച് പേര് വരണുണ്ട് എനിക്ക് അവർക്ക് വിസ ശരിയാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കേസല്ല. അപ്പോൾ അത് ഒരു സത്യാവസ്ഥയായിട്ടൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ആർക്കും പൈസ കൊടുക്കാണ്ടിരിക്കുക. ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ കാണാം. നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് പലർക്കും അതിനുള്ള ചിലപ്പോൾ അറിവുകളൊന്നും ഉണ്ടാവില്ല. ഞാൻ വന്നതൊക്കെ വേറെ വഴിക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വഴിക്കൊന്നും ആർക്കും വരാൻ പറ്റില്ല. ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചാലും വന്നതാണ്. അപ്പോൾ അത് പലർക്കും പറ്റണുണ്ടാവില്ല. അപ്പോൾ ഇത് യങ്ങായിട്ടുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ്. ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും അങ്ങനെ ഒരു പാർട്ട്ണറെ കണ്ടെത്തിയിട്ട് വരാവുന്നതാണ്. അതൊരു ഈസി ആയിട്ടുള്ള വഴി തന്നെയാണ്. അത്രയും ഈസി അല്ല, അതിന് അതിൻ്റേതായ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ജോലിക്കായിട്ട് വരികയെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവർക്ക് ഈ ജോലി ഒഴിവുള്ള ആൾക്കാർ, ഇപ്പം എൻ്റെ ഒരു സ്ഥാപനമാണ്, എനിക്ക് ഇവിടെ ഒരു 4 ആൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു 10 ആൾ ആവശ്യമുണ്ട്, ഞാനാണ് ആ വിസ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൈസ കൊടുത്ത് വരാം. പൈസയുടെ ആവശ്യം ഉണ്ടാവില്ല. കാരണം അതിന് പ്രോസസ്സിങ് ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ വിസയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു വലിയ എമൗണ്ടൊന്നും കൊടുക്കേണ്ടി വരില്ല മിക്കവാറും. പിന്നെ ട്രാവൽ ചെയ്യാനുള്ള ഫ്ലൈറ്റ് ചാർജും അതും കാര്യങ്ങളും മാത്രം, ഈ ഒഫീഷ്യലായിട്ടുള്ള പേപ്പേഴ്സിൻ്റെ ഇതിന് വേണ്ടിയുള്ള പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അത് ആർക്കും ഇതുപോലെ ഏജൻസി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ആരും എന്നെയും ഇനി കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കുക. ഒരുപാട് പേര് അയക്കുന്നുണ്ട് എന്തുവേണം ചെയ്തു തരാം, ജോലി തരുമെന്ന്. ആഴ്ചയിൽ ഒരു മെസ്സേജെങ്കിലും എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് പറഞ്ഞു തന്നെ പിന്നെയും പറയുകയാണ്, ദയവ് ഇത് അങ്ങനെയുള്ള ട്രാപ്പുകളിലൊന്നും പോയി ചാടാണ്ടിരിക്കുക. അപ്പോൾ കേട്ടോ, അത്രയും പറയാനുള്ളൂ. അപ്പോൾ ഞാൻ കുറേ നാളെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് 2ാമത്തെ വീഡിയോ ആണ്. എൻ്റെ പുതിയ ചാനലിൽ 2ാമത്തെ വീഡിയോ ആണ്. മറ്റേ പഴയ ചാനൽ അടിച്ചു പോയി. അപ്പോൾ ഇതുപോലെയുള്ളതല്ല ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ്. ഇങ്ങനത്തെ ഞാൻ ചെയ്യാത്തതാണ്. അപ്പോൾ ദയവ് ഇത് ആൾക്കാർ ട്രാപ്പിൽ ചെന്ന് ചാടാണ്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും ശ്രദ്ധിച്ചുള്ള പൈസ നാട്ടിൽ ഏതെങ്കിലും ബാങ്കിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ് അവിടെ ചെയ്തിട്ട് അങ്ങനെ നോക്കുകയാണ് ഏറ്റവും നല്ലത്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാലും നല്ല പട്ടിപ്പണി തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ചിലർക്ക് നാട് മിസ് ചെയ്യും, വന്ന് കുറേ പൈസ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് നാട് മിസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡിപ്രഷൻ അടിച്ച് പിന്നെ തിരിച്ച് എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതി എന്നുള്ള അങ്ങനെയുള്ള വിഷയങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ആലോചിച്ച് ചിന്തിച്ചിട്ടൊക്കെ വരാം, ഒരു ഓപ്ഷൻ കിട്ടിയാൽ തന്നെ. അപ്പോൾ ബൈ, വേറൊരു വീഡിയോ കാണാം. താങ്ക് യു.